നെക്സ്റ്റ് നമ്മളുടെ വരുന്ന ബാച്ച് കോഡിങ്ങിൽ ഡിജിറ്റൽ മെഷീൻസിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ മെഷീനൊക്കെ വരുമ്പോൾ നമുക്കൊരു 16,000 രൂപ റേഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ മെഷീൻസ് ആണ്. പിന്നെ അതിന്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് ഈ കാണുന്നത്. ഇതൊക്കെ വരുമ്പോൾ 25,000 ആ റേഞ്ച് മുതലൊക്കെയാണ് ഈ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കോഡ് ചെയ്ത് സീൽ ചെയ്ത് പോയാൽ മാത്രം. അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം. നമുക്ക് നമ്മളുടെ ഒരു ബാച്ച് കോഡിംഗ് മെഷീനാണ് ഈ കാണുന്നത്. ഹാൻഡ് ഹെൽഡ് ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മാറ്ററുകൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരും. എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് 16,000 രൂപയിലാണ് സ്റ്റാർട്ടിങ്. അതിന്റെ തന്നെ ഇതിപ്പോൾ 12.7 mm ആണ് ഇതിന്റെ പ്രിന്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 ലൈൻ വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് മെഷീൻസ് മതി. ഇതിന്റെ തന്നെ നമുക്ക് ഒരു 25 mm, അതായത് ഒരു 10 ലൈനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് മെഷീൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അക്ഷരത്തിൽ 25 mm ഹൈറ്റ് വരെ നമുക്ക് പ്രിന്റ് ഹൈറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കൂടുതൽ മാറ്ററുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കാർട്ടൺ ബോക്സിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇതേപോലെ തന്നെ നമുക്ക് മാറ്ററുകൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാവുന്ന കുറച്ചുകൂടി നല്ല ബ്രോഡർ ആയിട്ടുള്ള പ്രിന്റിങ് വരും. ഇപ്പൊ ഇതേ വലിപ്പത്തിൽ കണ്ടോ, ഇതാണ് നമ്മൾ 12.7 mm ചെയ്തത്, ഇത് 25 mm ചെയ്തത്. അതേ വലിപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈസ് കൂടുതലുള്ള മെഷീൻ എത്ര പ്രൈസ് ആണ്? ഇതൊക്കെ വരുമ്പോൾ നമുക്ക് 55 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 55,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് 50 mm ഹൈറ്റ് വരുന്നത്, 2 കാട്രിഡ്ജ് ഇട്ട് 50 mm ഹൈറ്റിൽ. അപ്പോൾ നമുക്ക് 20ഓളം നമുക്ക് ലൈൻസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മെഷീൻസ്, ഇത് കാർട്ടൺസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ്. ചാക്കിനകത്ത് അരിയുടെ ചാക്ക് അങ്ങനെയുള്ളടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന മെഷീൻ. പിന്നെ അത് കൂടാതെ അടുത്തൊരു മെഷീനാണ് വരുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ മെഷീനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റൗണ്ട് ബോട്ടിൽസ്, ഇതുപോലുള്ള റൗണ്ട് ബോട്ടിൽസ് കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഈ ടൈപ്പ് മെഷീൻ ആകുമ്പോൾ നമുക്കൊരു അല്പം പാടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗൈഡറൊക്കെ ഉണ്ട് നമുക്ക് ഇതേപോലത്തെ. ഈ ഗൈഡർ വെച്ചിട്ടൊക്കെ വേണം. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ സ്പീഡ് അതിനകത്ത് കുറയാൻ ചാൻസ്. നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യണമെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പ്രിന്റ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഇതേപോലെ നമുക്കിവിടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബോട്ടിൽസിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇതിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് ബോട്ടിലിൻ്റെ ഏത് പാർട്ടിൽ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. എന്ത് വിലയാണ് നമുക്ക് ഇത്? ഇതൊക്കെ വരുന്നത് 55,000 മുതലാണ് ഈ മോഡൽസ് സ്റ്റാർട്ട്.